ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്ര, യേശുവേ നന്ദി. യേശുവേ ವಂದನೆ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ഇന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ಇಂದಿನ ದೇವರ ವಾಕ್ಯಗಳ ಶುಶ್ರೂಷೆಗೆ ನಾವು ಹೋಗುವ ಮೊದಲು ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ടാണ് ಒಂದು ವ್ಯಕ್ತಿಯ ಅನುಭವ ಸಾಕ್ಷ್ಯವನ್ನು ಕೇಳುತ್ತಾ നാം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ನಾವು ವಾಕ್ಯದ ಶುಶ್ರೂಷೆಗೆ ಹೋಗೋಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ദൈവവചനം കേൾക്കുമ്പോൾ ದೇವರ ವಾಕ್ಯವನ್ನ ಕೇಳುವಾಗ എങ്ങനെ നമ്മുടെ തടസ്സങ്ങൾ വിട്ടുപോകുന്നുവെന്നാണ് ಯಾವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಜೀವನದ ತಡೆಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ ಎಂಬುದನ್ನು ഈ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത്. ಈ ಅನುಭವದ ಸಾಕ್ಷ್ಯವು ನಮಗೆ ತಿಳಿಯಪಡಿಸುತ್ತದೆ. ഈ സാക്ഷ്യം നൽകുന്നത് ಈ ಸಾಕ್ಷ್ಯವನ್ನು ನೀಡುವುದು അജോമി എന്ന കുട്ടിയാണ്. ಅಲೋಮಿ ಎಂಬ ಮಗಳಾಗಿದ್ದಾಳೆ. ആ കുട്ടിയുടെ പ്രത്യേകത, ಆ ಮಗಳ ಪ್ರತ್ಯೇಕತೆ ಏನಂದ್ರೆ ആ കുട്ടി പഠിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. ಆ ಮಗಳು ಓದುವಾಗ ಅವಳ ಕ್ಲಾಸಿನಲ್ಲಿ ಅವಳು ಫಸ್ಟ್ ಆಗಿರುತ್ತಾಳೆ. എന്നാൽ പബ്ലിക് എക്സാം വരുമ്പോൾ ಆದ್ರೆ ಪಬ್ಲಿಕ್ ಎಕ್ಸಾಮ್ ಬಂದಾಗ റിസൾട്ട് വളരെ മോശമായി. ರಿಸಲ್ಟ್ ಬಹಳ ಕಳಪೆ ಆಗಿರುತ್ತದೆ. ഈ ഒരു ദുഃഖം ആ കുട്ടി എന്നും അലട്ടിയിരുന്നു. ಈ ದುಃಖ ಆ ಮಗಳನ್ನು ಯಾವಾಗಲೂ ಕಾಡುತ್ತಿತ್ತು. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ಹಾಗಿರುವಾಗ ഷാലോം ടിവിയിൽ ಶಾಲೋಮ್ ಟಿವಿಯಲ್ಲಿ അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ ಅಭಿಷೇಕಾಗ್ನಿ ಎಂಬ ವಾಕ್ಯದ ಶುಶ್ರೂಷೆಯಲ್ಲಿ ആ കുട്ടി കൂടാനിടയായത്. ಆ ಮಗಳು ಕೇಳಿದಳು. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു. ಆಗ ಆ ಮಗಳ ಒಳಗೆ ವಿಶ್ವಾಸವು ತುಂಬಿತ್ತು. ആ കുട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ಆ ಮಗಳು ಅಳುತ್ತಾ ಪ್ರಾರ್ಥಿಸಿದಳು. ദൈവം ഇടപെട്ട് തടസ്സങ്ങൾ മാറ്റി. ದೇವರೇ, ನೀವು ಈ ತಡೆಗಳನ್ನು ಎತ್ತಿ ಹಾಕಿ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് നൽകി കുട്ടിയെ അനുഗ്രഹിച്ചു. ಯೂನಿವರ್ಸಿಟಿಯಲ್ಲಿ 1ನೇ ರ್ಯಾಂಕ್ ಅನ್ನು ನೀಡಿ ದೇವರು ಅವಳನ್ನು ആ ಅನುಗ್ರಹಿಸಿದಳು. കുട്ടിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ಆ ಮಗಳ ಮಾತುಗಳಲ್ಲೇ ನಾವು ಅದನ್ನು ಕೇಳೋಣ. എൻ്റെ പേര് അജോമി മരിയ ജോസഫ്. ഞാൻ പാലാരൂപതയിൽ അമ്പാറനിരപ്പിൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ തടസ്സങ്ങൾ ദൈവം മാറ്റിത്തന്നു. അങ്ങനെ ദൈവം എനിക്ക് തന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ 10 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിക്കുമെങ്കിലും വേണ്ടത്ര റിസൾട്ട് ലഭിച്ചിരുന്നില്ല. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റായിട്ട് നിന്നാൽ പോലും പബ്ലിക് എക്സാം ആവുമ്പോൾ മാർക്ക് താഴേക്ക് പോവും, 2ഓ 3ഓ സ്ഥാനത്തേക്കൊക്കെ ആയി മാറിപ്പോവും. ഇതിൽ ഒത്തിരി വിഷമം അനുഭവിക്കുകയും പീഡ അനുഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പാലാ സെൻറ് തോമസ് കോളേജിൽ ഞാൻ MA ചേരുമ്പോൾ ഞാൻ കർത്താവിനോട് ആദ്യമേ പ്രാർത്ഥിച്ചത്, ദൈവമേ, ഇങ്ങനെയൊരു അവസ്ഥ ഇനി എനിക്ക് ഉണ്ടാവരുതേ എന്നാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം ടിവിയിലൂടെ സ്ഥിരമായി കാണുകയും ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു റാങ്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എഴുത്തിലൂടെയെങ്കിലും അത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ UGC നെറ്റ് എക്സാം ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3rd സെമസ്റ്ററിന് ശേഷം എഴുതുകയും ഫസ്റ്റ് ചാൻസിൽ തന്നെ MA ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ പാസ്സാവുകയും ചെയ്തു. പിന്നീട് MAയുടെ റിസൾട്ട് അതിനുശേഷം ഒക്ടോബറിലാണ് വരുന്നത്. അങ്ങനെ MAയുടെ റിസൾട്ട് UGC നെറ്റ് എക്സാം എഴുതുന്നത് 2011 ഇവിടെ നടന്ന ഭരണങ്ങാനത്ത് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ മുഴുവൻ പങ്കെടുത്തതിന്റെ പിറ്റേ ദിവസമായിരുന്നു UGC നെറ്റ് എക്സാം. ആ കുട്ടിയുടെ വിശ്വാസം നോക്കിയേ, ഈ 5 ദിവസം ഫുള്ള് ഇവിടെ കൂടിയിട്ട് പിന്നെ പോയി പിറ്റേ ദിവസം പരീക്ഷ എഴുതുക. അങ്ങനെ 23-ാം തീയതി വരെ 23-ാം തീയതിയിലത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ നെറ്റിലൂടെ വീട്ടിലിരുന്നാണ് കണ്ടത്. ബാക്കിയെല്ലാം ഇവിടെ വന്ന് തന്നെ സംബന്ധിച്ചു. അങ്ങനെ 24-ാം തീയതി എക്സാം എഴുതുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ നെറ്റ് പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഒക്ടോബറിൽ എൻ്റെ MAയുടെ റിസൾട്ട് വന്നു. MAയുടെ റിസൾട്ടിൽ ദൈവം എനിക്ക് 1ാം റാങ്ക് തന്ന് നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, യേശുവേ. ഈ കുടുംബങ്ങളിൽ നിന്ന് ഇവരെ കാലങ്ങളായി പീഡിപ്പിക്കുന്ന അന്ധകാരപീഡകളെ ശാസിക്കുന്നു, നാരിക സേനകളെ ശാസിക്കുന്നു, ദുർബാധകളെ ശാസിക്കുന്നു, ദുർഭൂതങ്ങളെ ശാസിക്കുന്നു. അന്ധകാരത്തിന്റെ അധിപതികളെ, ദുഷ്പ്രഭുത്വങ്ങളെ, ആധിപത്യങ്ങളെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. ಸೈತಾನ ಶಕ್ತಿಯ ಪಾಪದ ಜೀವಿತವ ಈಗಲೇ ನನ್ನೇಸು ಹೊಡೆದು ಹಾಕುವ. ಸೈತಾನ ಶಕ್ತಿಯ ಪಾಪದ ಜೀವಿತವ ಈಗಲೇ ನನ್ನೇಸು ಹೊಡೆದು ಹಾಕುವ. ಸ್ತುತಿಯ ಆಯುಧವು ನಮ್ಮಲ್ಲಿ ಇದ್ದರೆ ಅಶುದ್ಧ ಆತ್ಮಗಳು ಓಡಿ ಹೋಗುವುದು. ಸ್ತುತಿಯ ಆಯುಧವು ನಮ್ಮಲ್ಲಿ ಇದ್ದರೆ ಅಶುದ್ಧ ಆತ್ಮಗಳು ಓಡಿ ಹೋಗುವುದು. ನಿನ್ನ ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ಪುನರುತ್ಥಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ನಿನ್ನ ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ಪುನರುತ್ಥಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ.
ಏಸಪ್ಪ ನಿನ್ನ ನಾಮದಲ್ಲಿ ಅದ್ಭುತವೂ ಇದು ನಡೆಯುತ್ತೆ. ಏಸಪ್ಪ ನಿನ್ನ ನಾಮದಲ್ಲಿ ಅದ್ಭುತವೂ ಇದು ನಡೆಯುತ್ತೆ. ಜಗಗಳೋಡುತ್ತೆ, ರೋಗ ನೀಗುತ್ತೆ, ಜಗಗಳೋಡುತ್ತೆ, ರೋಗ ನೀಗುತ್ತೆ, ಪಾಪಗಳು ಹಾರಿ ಹೋಗುತ್ತೆ, ಪಾಪಗಳು ಹಾರಿ ಹೋಗುತ್ತೆ. ನಿನ್ನ ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ದಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ನಿನ್ನ ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ದಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ನಿನ್ನ ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ದಾನ ಶಕ್ತಿ ಆಗಲಿಲ್ಲ. ಹಾಲೆಲೂಯಾ, 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 ഇന്ന് നാം ചിന്തിക്കുന്നത് ಇವತ್ತು ನಾವು ಯೋಚಿಸುವುದು ദൈവവചനം സമൃദ്ധി വരുത്തുന്നു എന്നതിനെ കുറിച്ചാണ്. ದೇವರ ವಾಕ್ಯವು ಸಮೃದ್ಧಿಯನ್ನು ನೀಡುತ್ತದೆ ಎಂಬುದರ ಕುರಿತು. അനേകം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ಅನೇಕ ಕ್ರೈಸ್ತರ ಜೀವನದಲ್ಲಿ ഇന്ന് വളരെ കഷ്ടതയും ക്ലേശങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ಇವತ್ತು ಬಹಳ ಕಷ್ಟ ಹಾಗೂ ಕ್ಲೇಶ ತುಂಬಿದೆ. ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്ന ചിന്ത, ಒಬ್ಬೊಬ್ಬರ ಮನಸ್ಸಿನಲ್ಲಿರುವಂತಹ ಚಿಂತೆಗಳು ദൈവത്തോട് അടുത്താൽ കഷ്ടത കൂടുമെന്നതാണ്. ದೇವರ ಹತ್ತಿರಕ್ಕೆ ಹೋದಷ್ಟಲ್ಲ ಕಷ್ಟತೆಗಳು ಜಾಸ್ತಿ ಆಗುತ್ತದೆ ಎಂಬುದಾಗಿ ಅನಿಸಿಕೆ. അതുകൊണ്ട് ചില ആളുകൾ ಆದ್ದರಿಂದ ദൈവത്തോട് അടുക്കാൻ മടി കാണിക്കുന്നുണ്ട്. ದೇವರ ಹತ್ತಿರಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಭಯಪಡುತ್ತಾರೆ. എന്നാൽ ഈ ചിന്ത, ಆದ್ರೆ ಈ ಚಿಂತನೆಯು ദൈവവചന വിപരീതമാണ്. ದೇವರ ವಾಕ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿದೆ. ദൈവവചനം ഇതിനെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? ದೇವರ ವಾಕ್ಯವು ಇದರ ಕುರಿತು ಏನನ್ನ ಕಲಿಸುತ್ತದೆ? 92 സങ്കീർത്തനത്തിൽ 92ನೇ ಕೀರ್ತನೆಗಳಲ್ಲಿ 12 തിരുലിഖിതം 12ನೇ ವಾಕ್ಯದಲ್ಲಿ കർത്താവ് നീതിമാന്മാരെ ಕರ್ತರು ಸರ್ಜನರನ್ನು പന പോലെ വളർത്തുന്നു, ಖರ್ಜೂರದಂತೆ ಬೆಳೆಸುತ್ತಾರೆ, ലെബനോനിലെ ദേവദാരു പോലെ തന്നെ. ದೇವದಾರಿನಂತೆ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, കർത്താവ് ಕರ್ತರು തന്റെ പ്രിയപ്പെട്ടവരെ ತನ್ನ ಪ್ರೀತಿಯವಂತರನ್ನು വലിയ വിധത്തിൽ ഉയർച്ച കൊടുത്ത് ದೊಡ್ಡ ರೀತಿಯಲ್ಲಿ ಅವರನ್ನ ಮೇಲೆತ್ತುತ್ತಾರೆ, ഉയർച്ച കൊടുത്ത് ಮೇಲೆತ್ತಿ അനുഗ്രഹിക്കുന്നു. ಅನುಗ್ರಹಿಸುತ್ತಾರೆ. എന്നാൽ ಆದರೆ ഈ ഒരു കാര്യം ಈ ಒಂದು ವಿಷಯವು പല ക്രിസ്ത്യാനികളും ಹಲವು ಕ್ರೈಸ್ತರಿಗೆ മനസ്സിലാക്കുന്നില്ല. ಗೊತ್ತಿಲ್ಲ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 127 സങ്കീർത്തനത്തിൽ 127ನೇ ಕೀರ್ತನೆ 2 തിരുലിഖിതം 2ನೇ ವಾಕ್ಯ. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും ತನ್ನ ಪ್ರಿಯರು ನಿದ್ರಿಸುವಾಗ കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു. ಕರ್ತರು ಅವರಿಗೆ ಬೇಕಾದುದನ್ನು ನೀಡುತ್ತಾರೆ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರೀತಿಯ ಸಹೋದರರೇ, കർത്താവിന്റെ പ്രിയനായിരിക്കുക എന്നുള്ളത് ಕರ್ತರ ಪ್ರಿಯನಾಗಿರುವುದೆಂಬುದು ഒരു നിസ്സാര കാര്യമല്ല. ಒಂದು ಸಾಮಾನ್ಯ ವಿಷಯವಲ್ಲ. നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ പോലും ನಮ್ಮ ಸಂಪತ್ತಿನ ಎಲ್ಲ ಮೇഖಲೆಗಳಲ್ಲೂ ഉയർച്ച കൊണ്ടുവരുന്ന ನಮ್ಮನ್ನ ಮೇಲೆತ್ತುವ ഒരു കാര്യമാണ് ಒಂದು ವಿಷಯವಾಗಿದೆ. പാപം ഉപേക്ഷിച്ച് ಪಾಪವನ್ನು ತ್ಯಜಿಸಿ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളത്. ದೇವರ ಕಡೆ ತಿರುಗುವುದು. ഹല്ലേലൂയ ಹಾಲೆಲೂಯ ഹല്ലേലൂയ ಹಾಲೆಲೂಯ.
എന്നാൽ പല ആളുകളും ചിന്തിക്കുന്നത്, ಆದರೆ ಹಲವು ವ್ಯಕ್ತಿಗಳು ಯೋಚಿಸುವುದು മറ്റൊരു വിധമാണ്. ಇನ್ನೊಂದು ರೀತಿಯಲ್ಲಿ. ദൈവം ದೇವರು ദുഷ്ടനെ ದುಷ್ಟರನ್ನು പന പോലെ വളർത്തുന്നു. ಖರ್ಜೂರದ ಮರದಂತೆ ಮೇಲೆತ್ತುತ್ತಾರೆ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ദൈവം ದೇವರು തന്റെ അരികിലേക്ക് വരുന്ന ತನ್ನ ಹತ್ತಿರಕ್ಕೆ ಬರುವ പ്രിയപ്പെട്ടവരെ ಪ್ರಿಯರನ್ನು എല്ലാ വിധത്തിലും ಎಲ್ಲಾ ವಿಧದಲ್ಲೂ ഉയർത്തണമെന്ന് ಮೇಲೆತ್ತುತ್ತಾರೆಂದು ചിന്തിക്കുന്നുണ്ട്. ಯೋಚಿಸುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 35-ാം സങ്കീർത്തനത്തിൽ 35ನೇ ಕೀರ್ತನೆಯಲ್ಲಿ 27-ാം തിരുലിഖിതം 27ನೇ ವಾಚನ, തന്റെ ദാസന്റെ ശ്രേയസ്സിൽ ತನ್ನ ದಾಸನ ಏಳಿಗೆಯಲ್ಲಿ അവിടുന്ന് സന്തോഷിക്കുന്നു. ಅವರು ಸಂತೋಷಿಸುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവനാണ് ನಮ್ಮ ಏಳಿಗೆಯಲ್ಲಿ ಸಂತೋಷಿಸುವವರು നമ്മുടെ ദൈവം. ನಮ್ಮ ದೇವರು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിയമാവർത്തന പുസ്തകം ಧರ್ಮೋಪದೇಶ ಕಾಂಡ 28-ാം അധ്യായം 28ನೇ ಅಧ್ಯಾಯ 1 മുതലുള്ള വാക്യങ്ങൾ, ಒಂದರಿಂದಿರುವ ವಾಚನಗಳು. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാം. ಅದನ್ನು ನಿಮ್ಮ ಗಮನಕ್ಕೆ ನಾನು ಓದಿ ತಿಳಿಸುತ್ತೇನೆ. ನೀವು ನಿಮ್ಮ ದೇವರಾದ ಸರ್ವೇಶ್ವರನ ಮಾತನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿ, ನಾನು ಈಗ ನಿಮಗೆ ಬೋಧಿಸುವ ಅವರ ಆಜ್ಞೆಗಳನ್ನೆಲ್ಲ ಅನುಸರಿಸಿ ನಡೆದರೆ ಅವರು ಜಗದ ಎಲ್ಲಾ ಜನಾಂಗಗಳಿಗಿಂತ ನಿಮ್ಮನ್ನು ಉನ್ನತ ಸ್ಥಿತಿಗೆ ತರುವರು. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്, ಕರ್ತರು ಪವಿತ್ರ ಲಿಖಿತಗಳ ಮೂಲಕ ಹೇಳುತ್ತಿದ್ದಾರೆ, ഭൂമിയിലുള്ള എല്ലാ ജനതകളിലും വെച്ച് ಭೂಮಿಯಲ್ಲಿರುವ ಎಲ್ಲಾ ಜನಾಂಗಗಳಿಗಿಂತಲೂ നിന്നെ ഉന്നതനാക്കാൻ ನಿಮ್ಮನ್ನು ಮೇಲೆತ್ತಲು കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ಕರ್ತರು ಇಚ್ಛೆ ಪಡುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വീണ്ടും ಮತ್ತೆ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുലിഖിതം, ಧರ್ಮೋಪದೇಶ ಕಾಂಡ 28ನೇ ಅಧ್ಯಾಯ 13ನೇ ವಾಚನ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾക്കാം. ಬೈಬಲ್ನೆಲ್ಲ ಓದಿ ಕೇಳೋಣ. ನೀವು ಅನೇಕ ಜನಗಳಿಗೆ ಸಾಲ ಕೊಡುವಿರೇ ಹೊರತು ಸಾಲ ತೆಗೆದುಕೊಳ್ಳುವುದಿಲ್ಲ. ನಾನು ಈಗ ನಿಮಗೆ ಬೋಧಿಸುವ ಮಾತುಗಳನ್ನು ನೀವು ಬಿಟ್ಟು ಎಡಬಲಕ್ಕೆ ಹೋಗದೆ ಬೇರೆ ದೇವರುಗಳನ್ನು ಅವಲಂಬಿಸದೆ ನಿಮ್ಮ ದೇವರಾದ ಸರ್ವೇಶ್ವರನ ಆಜ್ಞೆಗಳಲ್ಲೇ ಲಕ್ಷ್ಯವಿಟ್ಟು ಅವುಗಳನ್ನು ಅನುಸರಿಸಿ ನಡೆದರೆ ಅವರು ಇತರರಿಗೆ ನಿಮ್ಮನ್ನು ಅಧೀನ ಮಾಡದೆ ಎಲ್ಲರಿಗೂ ಶಿರಸನ್ನಾಗಿಯೇ ಮಾಡುವರು. ನೀವು ಎಲ್ಲರಿಗಿಂತಲೂ ಮೇಲಿನವರಾಗಿ ಇರುವರೇ ಹೊರತು ಕೆಳಗಿನವರಾಗಿ ಇರುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ಪವಿತ್ರ ಲಿಖಿತಗಳ ಮೂಲಕ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ಕರ್ತರು ಹೇಳುತ್ತಿದ್ದಾರೆ, നിനക്ക് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാകും. ನಿನಗೆ ಯಾವಾಗಲೂ ಅಭಿವೃದ್ಧಿ ಉಂಟಾಗುತ್ತದೆ. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ನಿನಗೆ ಒಮ್ಮೆಯೂ ಅಧೋಗತಿ ಉಂಟಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ತನ್ನ ಪ್ರಿಯರ ಬಗ್ಗೆ കർത്താവിന്റെ ഒരു ചിന്തയാണ് ಕರ್ತರ ಒಂದು ಯೋಚನೆ വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നത്. ಪವಿತ್ರ ಲಿಖಿತಗಳು ಹೇಳುತ್ತಿದೆ. തന്റെ പ്രിയപ്പെട്ടവർക്ക് ತನ್ನ ಪ್ರಿಯರಿಗೆ നല്ല ഉയർച്ച ഉണ്ടാകണം. ಉತ್ತಮ ಏಳಿಗೆ ಉಂಟಾಗಬೇಕು. അവർക്ക് അധോഗതി ഉണ്ടാകരുത്. ಅವರು ಕೆಳಮಟ್ಟಕ್ಕೆ ಹೋಗಬಾರದು. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ്. ಇದು ಕರ್ತರ ಆಸೆಯಾಗಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പല ക്രിസ്ത്യാനികളും ಹಲವು ಕ್ರೈಸ್ತರು ഇത് മനസ്സിലാക്കുന്നില്ല. ಇದನ್ನು ಅರ್ಥ ಮಾಡುವುದಿಲ್ಲ. അതുകൊണ്ട് ಅದಕ್ಕಾಗಿ പണം ഉണ്ടാക്കാൻ വേണ്ടി ದುಡ್ಡು ಮಾಡುವುದಕ್ಕೋಸ್ಕರ ಮಾತ್ರ ഓരോരുത്തരും ಒಬ್ಬೊಬ್ಬರು അവരവർക്ക് തോന്നുന്ന ಅವರವರಿಗೆ ಅನಿಸುವ വഴികളിലൂടെ പോവുകയാണ്. ದಾರಿಗಳಲ್ಲಿ ಹೋಗುತ್ತಿದ್ದಾರೆ. ഞായറാഴ്ച പോലും ಸಬ್ಬತ್ತು ದಿನದಂದು ಕೂಡ പണിയെടുത്ത് ಕೆಲಸ ಮಾಡಿ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ಸಂಪಾದನೆ ಮಾಡಲು ಶ್ರಮಿಸುವ ക്രിസ്ത്യാനികളെ കാണുവാൻ കഴിയും. ಕ್ರೈಸ್ತರನ್ನು ನೋಡಲಾಗುತ್ತದೆ. ദൈവവചനത്തെ കുറിച്ചുള്ള ದೇವರ ವಾಕ್ಯಗಳ ಬಗ್ಗೆ അജ്ഞത ಅಜ್ಞತೆ നിന്നെ നാശത്തിലേക്ക് നയിക്കും. ನಿನ್ನನ್ನು ನಾಶದೆಡೆಗೆ ಕೊಂಡೊಯ್ಯುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. സന്ധ്യാപ്രാർത്ഥന പോലും ചെയ്യാതെ ರಾತ್ರಿಯ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಹ ಮಾಡದೆ ജോലിക്ക് പോകുന്ന ആളുകളെയും ಕೆಲಸಕ್ಕೆ ಹೋಗುವ ಜನರನ್ನು നമുക്ക് കാണുവാൻ കഴിയും. ನಮಗೆ ನೋಡಲು ಸಾಧ್ಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, സമ്പത്ത് നേടാൻ ಸಂಪತ್ತಿಗಾಗಿ മനുഷ്യന് മനുഷ്യന്റേതായ ಮನುಷ್ಯನಿಗೆ ಮನುಷ್ಯನದೇ ಆದ വഴികളുണ്ട്. ದಾರಿಗಳಿದೆ. ലോകത്തിന് ലോകത്തിന്റേതായ ಲೋಕಕ್ಕೆ ಲೋಕದೇ ಆದ വഴികളുണ്ട്. ದಾರಿಗಳಿದೆ. പിശാചിന് പിശാചിന്റേതായ ಸೈತಾನಿಗೆ ಸೈತಾನದೇ ಆದ വഴികളുണ്ട്. ದಾರಿಗಳಿದೆ. എന്നാൽ ಆದರೆ
ദൈവത്തിന്റെ വഴികൾ ದೇವರ ದಾರಿ അതുപോലെയല്ല. ಆತರ ಅಲ್ಲ. മനുഷ്യരെന്താണ് പറയുന്നത്? ಮನುಷ್ಯನು ಏನ್ ಹೇಳುತ್ತಾನೆ? എല്ലുമുറിയെ പണിതാൽ ಎಲುಬು ತುಂಡಾಗುವವರೆಗೂ ಕೆಲಸ ಮಾಡಿದರೆ പല്ലുമുറിയെ തിന്നാം. ಹಲ್ಲು ಮುರಿಯುವವರೆಗೂ ತಿನ್ನಬಹುದು. മനുഷ്യന്റെ ചിന്തയാണ്, ಮನುಷ್ಯನ ಯೋಚನೆಗಳಾಗಿದೆ. ഞാൻ കഠിനാധ്വാനം ചെയ്താൽ ನಾನು ಕಠಿಣವಾಗಿ ಕೆಲಸ ಮಾಡಿ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ನನಗೆ ಅಭಿವೃದ್ಧಿ ಆಗುತ್ತದೆ. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? ಆದರೆ ದೇವರ ವಾಕ್ಯವು ಏನು ಹೇಳುತ್ತದೆ? 127 സങ്കീർത്തനം 127ನೇ ಕೀರ್ತನೆ 2-ാം തിരുലിഖിതം 2ನೇ ವಾಕ್ಯ. അതിരാവിലെ എഴുന്നേൽക്കുന്നതും ಮುಂಜಾನೆ ಎದ್ದೇಳುವುದು, വളരെ വൈകി ഉറങ്ങാൻ പോകുന്നതും ತಡವಾಗಿ ನಿದ್ರಿಸಲು ಹೋಗುವುದು, കഠിനമായി അധ്വാനിച്ച് ഉപജീവിക്കുന്നതും ಕಠಿಣವಾಗಿ ಕೆಲಸ ಮಾಡಿ ಉಪಜೀವನ ಮಾಡುವುದು വ്യർത്ഥമാണ്. ವ್ಯರ್ಥವಾಗಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കർത്താവ് അത് അംഗീകരിക്കുന്നില്ല. ಕರ್ತರನ್ನು ಅಂಗೀಕರಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പിന്നെ നമുക്ക് സമ്പത്ത് ഉണ്ടാകാൻ എന്താണ് വഴി? ಮತ್ತೆ ನಮಗೆ ಸಂಪತ್ತು ಉಂಟಾಗಲು ಏನು ದಾರಿ? സുഭാഷിതങ്ങളുടെ പുസ്തകം ಜ್ಞಾನೋಕ್ತಿಗಳ ಪುಸ್ತಕ 10-ാം അധ്യായം 10ನೇ ಅಧ್ಯಾಯ 22-ാം തിരുലിഖിതം 22ನೇ ವಚನ. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. ಕರ್ತರ ಆಶೀರ್ವಾದ ಸಂಪತ್ತನ್ನು ನೀಡುತ್ತದೆ. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ಅವರು ಅದರಲ್ಲಿ ದುಃಖವನ್ನ ಬೆರೆಸುವುದಿಲ್ಲ. നമുക്ക് സമ്പത്തുണ്ടാകാൻ ನಮಗೆ ಸಂಪತ್ತುಂಟಾಗಲು കർത്താവ് നൽകിയിരിക്കുന്ന ಕರ್ತರು ನೀಡಿರುವ വഴികൾ എന്തൊക്കെയാണ്? ದಾರಿಗಳು ಯಾವ್ಯಾವುದು? അതിൽ ഒരു വഴിയാണ് ಅದರಲ್ಲಿ ಒಂದು ದಾರಿಯಾಗಿದೆ. നിയമാവർത്തന പുസ്തകം ಧರ್ಮೋಪದೇಶ ಕಾಂಡ 28-ാം അധ്യായം 28ನೇ ಅಧ್ಯಾಯ 1 മുതലുള്ള വാക്യങ്ങളിൽ ಒಂದರಿಂದಿರುವ ವಚನಗಳಲ್ಲಿ നമ്മൾ വായിക്കുന്നത്, ನಾವು ಕೇಳುವುದು വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ಇವತ್ತು ನಾನು ನಿನಗೆ ನೀಡುವ കൽപ്പനകളെല്ലാം ಕಟ್ಟಳೆಗಳನ್ನೆಲ್ಲ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ ಸೂಕ್ಷ್ಮವಾಗಿ ಪಾಲಿಸುವೆಯಾದರೆ അവിടുന്ന് നിന്നെ ಅವರು ನಿನ್ನನ್ನು ഭൂമിയിലെ ಭೂಮಿಯಲ್ಲಿನ മറ്റെല്ലാ ജനതകളിൽ നിന്നും ಮತ್ತೆ ಉಳಿದ ಎಲ್ಲಾ ಜನಾಂಗಗಳಿಂದಲೂ ഉന്നതനാക്കും. ಉನ್ನತನನ್ನಾಗಿ ಮಾಡುವರು. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ഒരു അനുഭവം നിങ്ങളോട് പറയാം. ಒಂದು ಅನುಭವ ನಿಮಗೆ ನಾನು ಹಂಚುತ್ತೇನೆ. ഒരു ദിവസം ಒಂದು ದಿನ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ನಾನು ಈ ಧ್ಯಾನ ಕೇಂದ್ರದಲ್ಲಿ ನಿಲ್ಲುವಾಗ ഒരു ചെറുപ്പക്കാരൻ ಒಬ್ಬ ಯುವಕ എന്റെ അരികിലേക്ക് വന്നു. ನನ್ನ ಹತ್ತಿರಕ್ಕೆ ಬಂದ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ಆ ಯುವಕನು ಹೇಳಿದ, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. ನನಗೆ ಜೀವನದ ಮೇಲೆ ಆಸೆಯೇ ಇಲ್ಲ. എന്നെ പോലുള്ളവർക്ക് ನನ್ನಂತಿರುವವರಿಗೆ ജീവിക്കാൻ പറ്റിയതല്ല ഈ ഭൂമി. ಜೀವನ ಮಾಡಲು ಸಾಧ್ಯವಿರುವುದಲ್ಲ ಈ ಭೂಮಿ. ഞാൻ ചോദിച്ചു, ನಾನು ಕೇಳಿದೆ, ചെറുപ്പക്കാരാ, ಯುವವೇ, നിനക്ക് എന്ത് പറ്റി? ನಿನಗೆ ಏನಾಯಿತು? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ಆಗ ಆ ಯುವಕನು ಹೇಳಿದ, ഞാൻ എന്ത് തൊട്ടാലും പരാജയമാണ്. ನಾನು ಏನೇ ಮುಟ್ಟಿದರೂ ಅದು ಸೋಲು. ഞാൻ എന്ത് ചെയ്താലും ನಾನೇನು ಮಾಡಿದರೂ അവസാനം കടബാധ്യതയാണ്. ಕೊನೆಗೆ ಸಾಲ ಬಾಧೆಯಲ್ಲಿ ഇപ്പൊ ഒരുപാട് കടബാധ്യത എനിക്ക് കൂടിയിരിക്കുകയാണ്. ಈಗ ನನಗೆ ಹಲವಾರು ಸಾಲ ഞാൻ നശിച്ചു പോയി. ನಾನು ನಾಶವಾದೆ. ഇനി ഞാൻ രക്ഷപ്പെടുകയില്ല. ಇನ್ನು ನಾನು ರಕ್ಷೆ ಹೊಂದುವುದಿಲ್ಲ. നിരാശപ്പെട്ട് ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ನಿರಾಸೆಯಿಂದ ಯುವಕನು ಕೂತಿದ್ದಾನೆ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ನಾನು ಆ ಯುವಕನಲ್ಲಿ ಕೇಳಿದೆ, നീ രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ನೀನು ರಕ್ಷೆ ಹೊಂದಲು ಏನು ಮಾಡುತ್ತೀಯಾ? അപ്പോൾ അവൻ പറഞ്ഞു, ಆಗ ಅವನು ಹೇಳಿದ, ഞാൻ പറമ്പിൽ കൃഷി ചെയ്യും. ನಾನು ನನ್ನ ಜಾಗದಲ್ಲಿ ಕೃಷಿಯನ್ನ ಮಾಡುತ್ತೇನೆ. ആടുമാടുകളെ വളർത്തും. ದನ ಕುರಿಗಳನ್ನು ನಾನು ಸಾಕುತ್ತೇನೆ. ഞാൻ ചത്തു പണിയെടുക്കും. ನಾನು ಸತ್ತು ಕೆಲಸ ಮಾಡುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇതാണ് അവൻ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്ത വഴികൾ. ಇದಾಗಿದೆ ಅವನು ಉನ್ನತಿ ಹೊಂದುವುದಕ್ಕಾಗಿ ಮಾಡಿದಂತ ದಾರಿಗಳು. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ನಾನು ಆ ಯುವಕನಲ್ಲಿ ಕೇಳಿದೆ, ചെറുപ്പക്കാരാ, ಯುವಕನೇ, നീ ദൈവവചനം വായിക്കുന്നുണ്ടോ? ನೀನು ದೇವರ ವಾಕ್ಯವನ್ನು ಓದಿದ್ದೀಯಾ? നീ സന്ധ്യാപ്രാർത്ഥന കൂടുന്നുണ്ടോ? ರಾತ್ರಿ ಪ್ರಾರ್ಥನೆಗೆ ನೀನು ಸೇರುತ್ತೀಯಾ? നീ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ടോ? ನೀನು ಸಬ್ಬತ್ ದಿನದಂದು ಚರ್ಚಿಗೆ ಹೋಗುತ್ತೀಯಾ? അവൻ പറഞ്ഞു, ಅವನು ಹೇಳಿದ, എനിക്ക് ഞായറാഴ്ചയും പണിയെടുക്കണം. ನನಗೆ ಸಬ್ಬತ್ ದಿನದಂದು ಕೂಡ ಕೆಲಸ ಮಾಡಬೇಕು. കൃഷിപ്പണിയാണ് ഞാൻ ചെയ്യുന്നത്. ಕೃಷಿ ಕೆಲಸವನ್ನು ನಾನು ಮಾಡುತ್ತಿದ್ದೇನೆ. ഞായറാഴ്ചയും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ಭಾನುವಾರ ಕೂಡ ಕೆಲಸ ಮಾಡಿದ್ರೆ ಮಾತ್ರ ನನಗೆ ಜೀವನ ಮಾಡಲು ಸಾಧ್ಯ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ಪ್ರಿಯ ಸಹೋದರನೇ, ನಾನು ಆ ಯುವಕನಲ್ಲಿ ಹೇಳಿದೆ, നീ ഒരു ധ്യാനം കൂടുക. ನೀನೊಂದು ಧ್ಯಾನಕ್ಕೆ ಬಾ. നീ ദൈവവചനം കേൾക്കണം. ನೀನು ದೇವರ ವಾಕ್ಯವನ್ನ ಕೇಳು. ദൈവവചനം നിന്നെ ഉയർത്തും. ದೇವರ ವಾಕ್ಯವು ನಿನಗೆ ಏಳಿಗೆಯನ್ನು ಕೊಡುತ್ತದೆ. അവൻ ധ്യാനത്തിന് വന്നു. ಅವನು ಧ್ಯಾನಕ್ಕೆ ಬಂದನು. 5 ദിവസം ധ്യാനം കൂടി. 5 ದಿನ ಧ್ಯಾನ ಕೂಟದಲ್ಲಿ ಭಾಗವಹಿಸಿದನು. ധ്യാന ദിവസങ്ങളിൽ ಧ್ಯಾನದ ದಿನದಂದು കർത്താവ് അവനെ സ്പർശിച്ചു. ಕರ್ತರು ಅವನನ್ನು ಸ್ಪರ್ಶಿಸಿದರು. അവന്റെ ജീവിതം ಅವನ ಜೀವನವು ദൈവത്തിനായി സമർപ്പിച്ചു. ದೇವರಿಗಾಗಿ ಸಮರ್ಪಣೆ ಮಾಡಿದನು. അവൻ ദൈവവചനം
ദൈവവചനം സ്വീകരിച്ചു. ಅವನು ದೇವರ ವಾಕ್ಯವನ್ನು ಸ್ವೀಕರಿಸಿದನು. അവൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ಅವನು ಧ್ಯಾನ ಮುಗಿದ ನಂತರ എന്നോട് പറഞ്ഞു, ನನ್ನ ಬಳಿ ಹೇಳಿದ, അച്ഛാ, ಗುರುಗಳೇ, ഇന്നു മുതൽ ಇವತ್ತಿನಿಂದ എന്റെ ജീവിതം ನನ್ನ ಜೀವನ ദൈവവചനത്തിന് വേണ്ടി ದೇವರ ವಾಕ್ಯಗಳಿಗಾಗಿ ഞാനിതാ സമർപ്പിക്കുന്നു. ನಾನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ഞാൻ എന്ത് ജോലിക്ക് പോയാലും, ನಾನು ಯಾವುದೇ ಕೆಲಸ ಮಾಡಲಿ, വൈകുന്നേരം ಸಾಯಂಕಾಲ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ರಾತ್ರಿ ಪ್ರಾರ್ಥನೆಗೆ വീട്ടിലേക്ക് പോകും. ಮನೆಗೆ ಹೋಗುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞായറാഴ്ച ദിവസം ಭಾನುವಾರದ ದಿನ ഞാൻ ಇനി ജോലിക്ക് പോവുകയില്ല. ನಾನಿನ್ನು ಕೆಲಸಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ. ഞാൻ എന്നും ദൈവവചനം വായിക്കും. ನಾನು ಯಾವಾಗಲೂ ದೇವರ ವಾಕ್ಯವನ್ನು ಓದುತ್ತೇನೆ. ദൈവവചനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ದೇವರ ವಾಕ್ಯಗಳಿಗಾಗಿ ಆತನು ತನ್ನ ಜೀವನವನ್ನು ಸಮರ್ಪಿಸಿದ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അദ്ദേഹം ദൈവവചനം കേട്ടതിന് ശേഷം ಆತನು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿದ ನಂತರ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ದೇವರಲ್ಲಿ ಒಂದು ಪ್ರಾರ್ಥನೆಯನ್ನ ಮಾಡಿದ. കർത്താവേ, ಕರ್ತರೇ, ഈ ധ്യാനം കഴിഞ്ഞ് ಈ ಧ್ಯಾನದ ನಂತರ ഒരു മാസത്തിനുള്ളിൽ ಒಂದು ತಿಂಗಳೊಳಗೆ എനിക്കൊരു ചെറിയ ജോലി തരണം. ನನಗೆ ಒಂದು ಸಣ್ಣ ಕೆಲಸವನ್ನ ನೀಡು. മാസം 1500 രൂപ ശമ്പളമുള്ള ತಿಂಗಳಿಗೆ 1500 ರೂಪಾಯಿ ಸಂಬಳವಿರುವ ഒരു ചെറിയ ജോലി എനിക്ക് തരണം. ಒಂದು ಪುಟ್ಟ ಕೆಲಸವನ್ನು ನನಗೆ ನೀನು ನೀಡು. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ಅವನು ದೇವರಲ್ಲಿ ಬೇಡಿದ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರೀತಿಯ ಸಹೋದರರೇ, ധ്യാനം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ಧ್ಯಾನದ ನಂತರ ಒಂದು ತಿಂಗಳೊಳಗಡೆ അവനൊരു ജോലി ലഭിച്ചു. ಅವನಿಗೆ ಒಂದು ಕೆಲಸ ಸಿಕ್ಕಿತ್ತು. 1500 രൂപ ശമ്പളം. 1500 ರೂಪಾಯಿ ಸಂಬಳ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, ಸಹೋದರ ಸಹೋದರಿಯರೇ, ദൈവത്തോട് ചോദിക്കുമ്പോൾ ದೇವರಲ್ಲಿ ಕೇಳುವಾಗ ചെറിയ വിധി ചോദിക്കരുത്. ಸಣ್ಣ ರೀತಿಯಲ್ಲಿ ಕೇಳಬಾರದು. ഒരു ചെറിയ ജോലി, ಸಣ್ಣದನ್ನು ಕೇಳಬಾರದು. ഒരു ചെറിയ വീട്, ಸಣ್ಣ ಕೆಲಸ, ഒരു ചെറിയ വണ്ടി, ಸಣ್ಣ ಮನೆ, അങ്ങനെ ചോദിക്കരുത്. ಸಣ್ಣ ಗಾಡಿ ಎಂಬುದಾಗಿ ಕೇಳಬಾರದು. ചോദിക്കുമ്പോൾ ಕೇಳುವಾಗ അവനവൻ ആവശ്യമുള്ളത് ചോദിക്കണം. ನಮಗೆ ಅಗತ್ಯವಿರುವುದನ್ನು ಕೇಳಿ. കുടുംബം നയിക്കാൻ ആവശ്യമുള്ള ನಮ್ಮ ಕುಟುಂಬವನ್ನು ನಡೆಸಲು ನಮಗೆ ಅಗತ್ಯವಾಗಿರುವ വലിയ ശമ്പളമുള്ള ഒരു ജോലി, ದೊಡ್ಡ ಸಂಬಳ ಇರುವಂತ ಕೆಲಸವನ್ನು എല്ലാവർക്കും യാത്ര ചെയ്യാൻ ಎಲ್ಲರಿಗೂ ಯಾತ್ರೆ ಮಾಡಲು വലിപ്പമുള്ള ഒരു വണ്ടി, ದೊಡ್ಡ ಗಾಡಿ, എല്ലാവർക്കും താമസിക്കാൻ ಎಲ್ಲರಿಗೂ ವಾಸ ಮಾಡಲು സ്ഥലമുള്ള ഒരു വീട്, ಸ್ಥಳಾವಕಾಶ ಇರುವ ದೊಡ್ಡ ಮನೆ. ദൈവത്തിന്റെ സന്നിധിയിൽ ദാരിദ്ര്യമില്ല. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ದಾರಿದ್ರ್ಯವಿಲ್ಲ. പിതാവിന്റെ സന്നിധിയിൽ ദാരിദ്ര്യമില്ല. ಪಿತನ ಸನ್ನಿಧಿಯಲ್ಲಿ ದಾರಿದ್ರ್ಯವಿಲ್ಲ. നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കാം. ನಮಗೆ ಅಗತ್ಯವಿರುವುದನ್ನು ಕೇಳಬಹುದು. ചോദിക്കുന്നത് ദൈവം അനുഗ്രഹിക്കും. ಕೇಳುವುದನ್ನು ದೇವರು ಕೊಡುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇവൻ ചെറിയ ഒരു ജോലി ചോദിച്ച് ಇವನು ಸಣ್ಣ ಒಂದು ಕೆಲಸವನ್ನ ಕೇಳಿದ. 1500 രൂപ ശമ്പളമുള്ള ഒരു ജോലി 1500 ರೂಪಾಯಿ ಸಂಬಳ ಇರುವ ಕೆಲಸ ദൈവം അവന് കൊടുത്ത്. ದೇವರು ಅದನ್ನೇ ಕೊಟ್ಟರು. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, അവൻ സന്തോഷത്തോടെ ജോലിയിലേക്ക് പ്രവേശിച്ച് ಅವನು ಸಂತೋಷದಿಂದ ಜೋಲಿಗೆ ಹೋದ. എല്ലാ മാസവും ಎಲ್ಲಾ ತಿಂಗಳು അവന്റെ ശമ്പളത്തിന്റെ ദശാംശം ಅವರ ಸಂಬಳದ ದಶಾಂಶವನ್ನು അവൻ ദൈവവചനത്തിന് വേണ്ടി സമർപ്പിച്ചു. ಅವರ ದೇವರ ವಾಕ್ಯಗಳಿಗಾಗಿ ಸಮರ್ಪಿಸಿದರು. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ಒಂದು ವರ್ಷದ ನಂತರ അവൻ വീണ്ടും ദൈവവചനം കേൾക്കാൻ വന്നു. ಅವನು ಪುನಃ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಲು ಬಂದನು. ആ ധ്യാനത്തിൽ വെച്ച് ಆ ಧ್ಯಾನದಲ್ಲಿ അവൻ പ്രാർത്ഥിച്ചു, ಅವನು ಪ್ರಾರ್ಥಿಸಿದ, കർത്താവേ, ಕರ್ತರೇ, എനിക്ക് ഇനി ജോലി വേണ്ട, ನನಗೆ ಇನ್ನು ಕೆಲಸ ಬೇಡ, എനിക്ക് സ്വന്തമായി ನನಗೆ ಸ್ವಂತವಾಗಿ ഒരു ബിസിനസ് തരണം. ಒಂದು ಬಿಸಿನೆಸ್ ಮಾಡಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അധികം താമസിക്കേണ്ടി വന്നില്ല. ಬಹಳ ಹೊತ್ತು ಕಳೆಯಬೇಕಾಗಿ ಬಂದಿಲ್ಲ. 3 മാസത്തിനുള്ളിൽ 3 ತಿಂಗಳೊಳಗೆ ഒരു മലഞ്ചരക്ക് ബിസിനസ് നൽകി ಒಂದು ಸ್ಪೈಸಸಿನ ಬಿಸಿನೆಸ್ ಅನ್ನ ನೀಡಿ കർത്താവ് അനുഗ്രഹിച്ചു. ಕರ್ತರವರನ್ನು ಆಶೀರ್ವದಿಸಿದರು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എല്ലാ മാസവും ಎಲ್ಲಾ ತಿಂಗಳು അതിന് ദശാംശം കൊടുത്ത് ಅದರ ದಶಾಂಶವನ್ನು ನೀಡಿ ദൈവവചനത്തെ അവൻ സ്നേഹിച്ചു. ದೇವರ ವಾಕ್ಯವನ್ನು ಅವನು ಪ್ರೀತಿಸಿದ. ആ വർഷം ധ്യാനം കൂടാൻ വേണ്ടി അവൻ വന്നപ്പോൾ ಆ ವರ್ಷ ಅವನು ಧ್ಯಾನ ಕೂಟಕ್ಕೆ ಬಂದಾಗ അവൻ ദൈവത്തോട് പറഞ്ഞു, ಅವನು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದ, കർത്താവേ, ಕರ್ತರೇ, ഇനി എനിക്ക് ಇನ್ನು ನನಗೆ അട്ടപ്പാടിയിൽ ಅಟ್ಟಪ್ಪಾಡಿಯಲ್ಲಿ ബിസിനസ് വേണ്ട, ಬಿಸಿನೆಸ್ ಬೇಡ, അതിന് പകരം ಅದರ ಬದಲಾಗಿ വലിയ വലിയ പട്ടണങ്ങളുണ്ടല്ലോ, ದೊಡ್ಡ ದೊಡ್ಡ ಪಟ್ಟಣಗಳಿಗೆ എന്നെ ഒരു വലിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണമേ. ನನ್ನನ್ನು ಒಂದು ದೊಡ್ಡ ಪಟ್ಟಣಕ್ಕೆ ಕರೆದೊಯ್ಯಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൻ പ്രാർത്ഥിച്ച് ಅವನು ಪ್ರಾರ್ಥಿಸಿ 2 മാസത്തിനുള്ളിൽ 2 ತಿಂಗಳೊಳಗೆ ഗോവ സ്റ്റേറ്റിൽ ಗೋವಾ ರಾಜ್ಯಕ್ಕೆ ഒരു വലിയ ബിസിനസ്സിൽ അവനെ പങ്കാളിയാക്കി. ಒಂದು ದೊಡ್ಡ ಬಿಸಿನೆಸ್ ಅಲ್ಲಿ ಅವನನ್ನ ಪಾಲುದಾರನಾಗಿ ಮಾಡಿದರು. ദൈവം ഉയർത്തി. ದೇವರು ಅವರನ್ನು ಮೇಲೆತ್ತಿದರು. മാസം തോറും ತಿಂಗಳುಗಟ್ಟಲೆ 10,000 രൂപ ಸಾವಿರಾರು ದುಡ್ಡು വരുമാനമുള്ള വരുമാನವಿರುವ ഒരു ബിസിനസ്സിലേക്ക് ಒಂದು ವ್ಯಾಪಾರಕ್ಕೆ ദൈവം അവനെ പങ്കാളിയാക്കി. ದೇವರವರನ್ನು ಪಾಲುದಾರನಾಗಿ ഹല്ലേലൂയ. 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 അപ്പോഴും ಆಗಲೂ ദശാംശം കൊടുത്തു. ದಶಾಂಶವನ್ನು ಕೊಟ್ಟನು. ദേവാലയത്തിലേക്ക് പോയി ದೇವಾಲಯಕ್ಕೆ ಹೋದನು. സന്ധ്യാപ്രാർത്ഥനകൾ ചെയ്തു. ರಾತ್ರಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ദൈവവചനത്തിന് ದೇವರ ವಾಕ್ಯಗಳಿಗೆ 1ാം സ്ഥാനം നൽകി ಒಂದನೇ ಸ್ಥಾನವನ್ನು അവൻ ನೀಡಿ ജീവിച്ചു. ಅವನು ಜೀವಿಸಿ ഗോവയിൽ നിന്ന് ಗೋವೆಯಿಂದ ആ വർഷം ಆ ವರ್ಷ അവൻ ധ്യാനത്തിന് വന്നപ്പോൾ ಆತನು ಧ್ಯಾನ ಕೂಟಕ್ಕೆ ಬಂದಾಗ ദൈവവചനം സ്വീകരിച്ച
സ്വീകരിച്ചിട്ട് ದೇವರ ವಾಕ್ಯವನ್ನು ಸ್ವೀಕರಿಸಿ അവൻ പറഞ്ഞു, ಅವನು ಹೇಳಿದ, കർത്താവേ, ಕರ್ತರೇ, എനിക്ക് സ്വന്തമായി ನನಗೆ ಸ್ವಂತವಾಗಿ ഒരു ബിസിനസ് ಒಂದು ವ್ಯಾಪಾರ ഗോവയിൽ നൽകണമേ. ಗೋವೆಯಲ್ಲಿ ನೀನು ನೀಡಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് ಆ ಧ್ಯಾನದ ನಂತರ ಅವನು ಹಿಂತಿರುಗಿ ಹೋದಾಗ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ಕೆಲವೇ ವಾರಗಳಲ್ಲಿ അവൻ അവിടെ ബിസിനസിനുള്ള സാധ്യതകൾ തുറന്നു. ಅವನಿಗೆ ದೇವರು ಅಲ್ಲಿ ಬಿಸಿನೆಸ್ ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯತೆಗಳನ್ನು ತೆರೆದಿಟ್ಟರು. ഇവിടെ സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ആ വർഷം ಆ ವರ್ಷ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ಕರ್ತರು ಅವರನ್ನು ಆಶೀರ್ವದಿಸಿದರು. അവന്റെ ബിസിനസ് വളർന്നു. ಅವನ ವ್ಯಾಪಾರವು ಬೆಳೆಯಿತು. ഏതാണ്ട് 60ഓളം സ്റ്റാഫുള്ള ಸುಮಾರು 60ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಸಿಬ್ಬಂದಿ ಇರುವ ഒരു ബിസിനസ് ആയി വളർന്നു. ಒಂದು ವ್ಯಾಪಾರವಾಗಿ ಅದು ಬೆಳೆಯಿತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴും ಆಗಲೂ അതിന് ദശാംശം നൽകി ಅದರ ದಶಾಂಶವನ್ನು ನೀಡಿ ദൈവവചന ശുശ്രൂഷകളെ ದೇವರ ವಾಕ್ಯದ ಶುಶ್ರೂಷೆಗಳನ್ನು അവൻ വളർത്തിക്കൊണ്ടിരുന്നു. ಆತನ ಬೆಳೆಯುವುದಕ್ಕೆ ಸಹಕರಿಸಿದ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರೀತಿಯ ಸಹೋದರರೇ, ഞാൻ അവനെ കാണുമ്പോൾ ನಾನು ಅವನನ್ನು ನೋಡಿದಾಗ അവൻ ഏതാണ്ട് 26 വയസ്സ്. ಅವನಿಗೆ ಸುಮಾರು 26 ವಯಸ್ಸು. വിവാഹം ആലോചിക്കുമ്പോൾ ಮದುವೆಯನ್ನು ಆಲೋಚಿಸಿದಾಗ അവൻ പറയുകയാണ്, ಅವನು ಹೇಳುತ್ತಿದ್ದಾನೆ, ഇപ്പോൾ എനിക്ക് ಈಗ ನನಗೆ പ്രതിമാസം ಪ್ರತಿ ತಿಂಗಳು 2 ലക്ഷത്തിലധികം രൂപ 2 ಲಕ್ಷಕ್ಕಿಂತ ಹೆಚ್ಚು ലാഭമുള്ള ಲಾಭ ഒരു വലിയ ബിസിനസ് ശൃംഖലയുടെ ಒಂದು ದೊಡ್ಡ ವ್ಯಾಪಾರ ಶೃಂಖಲೆಯ ഉടമയായി ಒಡೆಯನಾಗಿ കർത്താവ് എന്നെ ഉയർത്തിയിരിക്കുന്നു. ಕರ್ತರು ನನ್ನನ್ನು ಮೇಲೆತ್ತಿದರು. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, നിയമാവർത്തന പുസ്തകം ಧರ್ಮೋಪದೇಶ ಕಾಂಡ 28-ാം അധ്യായം 28ನೇ ಅಧ್ಯಾಯ 1 മുതലുള്ള വാക്യങ്ങൾ. ಒಂದರಿಂದಿರುವ ವಾಚನಗಳು. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ಇವತ್ತು ನಾನು ನಿನಗೆ ನೀಡುವ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ಕಟ್ಟಳೆಗಳು ಪ್ರಮಾಣಗಳನ್ನು ನೀನು ಅನುಸರಿಸಿ അവിടുത്തെ മാർഗത്തിൽ നടക്കുമെങ്കിൽ ಅವರ ದಾರಿಯಲ್ಲಿ ನೀನು ನಡೆಯುವೆಯಾದರೆ അവിടുന്ന് ಅವರು നിന്നെ ನಿಮ್ಮನ್ನು ഭൂമിയിലുള്ള ಭೂಮಿಯಲ್ಲಿರುವ മറ്റെല്ലാ ജനതകളെക്കാളും ಉಳಿದ ಜನಾಂಗಗಳಿಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ ഉന്നതനാക്കും. ಉನ್ನತನನ್ನಾಗಿ ಮಾಡುವರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ഇന്ന് അവന്റെ സ്ഥിതി ಇವತ್ತು ಅವನ ಸ್ಥಿತಿಯು അവന്റെ കുടുംബാംഗങ്ങളിൽ വെച്ച് ಅವನ ಕುಟುಂಬದವರಿಗೆ ಹೋಲಿಸಿದರೆ ഏറ്റവും ടോപ്പായി ಅವನು മാറിയിരിക്കുകയാണ്. ಅತ್ಯುನ್ನತನಾಗಿ ಬಂದ. ഹല്ലേലൂയ. 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 ഇന്നും ಇವತ್ತು അവൻ ഗോവയിൽ നിന്ന് ഇവിടെ വന്നാൽ ಅವನು ಗೋವದಿಂದ ಇಲ್ಲಿ ಬಂದಾಗ ഏറ്റവും ആദ്യം ಮೊಟ್ಟ ಮೊದಲು ധ്യാന കേന്ദ്രത്തിൽ വന്ന് ಧ್ಯಾನ ಕೇಂದ್ರಕ್ಕೆ ಬಂದು പാത്രം കഴുകാനോ ಪಾತ್ರ ತೊಳೆಯಲು, വിറക് കീറാനോ ಕಟ್ಟಿಗೆ ನೋಡೆಯಲು, പുസ്തകം വിതരണം ചെയ്യാനോ ಪುಸ್ತಕವನ್ನು ಹಂಚಲು, എന്തെങ്കിലും ജോಲಿ ചെയ്ത് ಯಾವುದಾದ್ರೂ ಕೆಲಸಗಳನ್ನ ಮಾಡಿ ദൈവവചനം പ്രചരിപ്പിക്കാൻ ದೇವರ ವಾಕ್ಯವನ್ನು അവൻ ಪ್ರಚಾರಪಡಿಸಲು ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നു. ಅವನು ಉತ್ಸಾಹ ಪಡುತ್ತಾನೆ. ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ ಕೀರ್ತನೆ ಪುಸ್ತಕದಲ್ಲಿ 1-ാം അധ്യായത്തിൽ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 2ರಿಂದ 4ರವರೆಗಿರುವ ವಾಚನಗಳಲ್ಲಿ ഈ കാര്യം വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ಇದರ ಬಗ್ಗೆ ಕಲಿಸುತ್ತಿದ್ದಾರೆ. നമുക്കത് വായിച്ചു കേൾക്കാം. ನಾವು ಅದನ್ನು ಓದಿ ಕೇಳೋಣ. ಪ್ರಭುವಿನ ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಹರ್ಷಗೊಳ್ಳುವನಾರೋ ಅವನೇ ಧನ್ಯನು. ಹಗಲಿರುಳೆನ್ನದೆ ಅದನ್ನೇ ಧ್ಯಾನಿಸುತ್ತಿರುವನಾರೋ ಅವನೇ ಧನ್ಯನು. ಹಗಲಿರುಳೆನ್ನದೆ ಅದನ್ನೇ ಧ್ಯಾನಿಸುತ್ತಿರುವನಾರೋ ಅವನೇ ಧನ್ಯನು. ನದಿಯ ಬದಿಯಲ್ಲೇ ಬೆಳೆದಂತಹ ಮರದಂತೆ, ಸಕಾಲಕ್ಕೆ ಫಲವೀವ ವೃಕ್ಷದಂತೆ, ಎಲೆ ಬಾಡದೆ ಪಸಿರಿರುವ ತರುವಂತೆ ಸಿಗುವುದು ಅವನ ಕಾರ್ಯಗಳಿಗೆ ಸಫಲತೆ. He prospers in all what he does. ಅವನು ಮಾಡುವ ಎಲ್ಲ ಕಾರ್ಯಗಳಲ್ಲೂ ಅವನು ಬೆಳೆಯುತ್ತಾನೆ. അവൻ എന്ത് ചെയ്താലും അത് സഫലമായി മാറുന്നു. ಅವನು ಏನೇ ಮಾಡಿದ್ರು ಅದು ಸಫಲವಾಗುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ കംപ്ലൈന്റ് എന്താണ്? ಇವತ್ತು ನಮ್ಮ ಕಂಪ್ಲೇಂಟ್ ಏನು? ഞാൻ ഒന്നും ചെയ്തിട്ട് ഗുണം പിടിക്കുന്നില്ല. ನಾನೇನು ಮಾಡಿದ್ರು ಅದು ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತಿಲ್ಲ. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഫലം കിട്ടുന്നില്ല. ನಾನೇನು ಮಾಡಿದ್ರು ಅದಕ್ಕೆ ಫಲ ದೊರೆಯುತ್ತಿಲ್ಲ. ഞാൻ പഠിച്ചു എനിക്ക് ജോലി കിട്ടുന്നില്ല. ನಾನು ಓದಿದೆ ನನಗೆ ಕೆಲಸ ಸಿಕ್ಕುತ್ತಿಲ್ಲ. ഞാൻ കൃഷി ചെയ്തു എനിക്ക് ഫലം കിട്ടിയില്ല. ನಾನು ಕೃಷಿ ಮಾಡಿದೆ ಫಲ ದೊರೆಯುತ್ತಿಲ್ಲ. ഞാൻ പശുവിനെ വളർത്തി എനിക്ക് നഷ്ടമായി. ನಾನು ದನ ಕರುಗಳನ್ನು ಸಾಕಿದೆ ನನಗೆ ನಷ್ಟವಾಯಿತು. ഞാൻ കച്ചവടം തുടങ്ങി എനിക്ക് കടമായി. ನಾನು ವ್ಯಾಪಾರ ಮಾಡಿದೆ ನಾನು ಸಾಲಗಾರನಾದೆ. ഇതല്ലേ ഇന്ന് നമ്മുടെ കണ്ണുനീര്? ಇದಲ್ವಾ ಇವತ್ತು ನಮ್ಮ ಕಣ್ಣಿನ ನೀರು? പ്രിയ ദൈവ പൈതലേ, ಪ್ರೀತಿಯ ದೇವರ ಮಕ್ಕಳೇ, ദൈവവചനം അനുസരിക്കാത്തതല്ലേ അതിന്റെ കാരണം? ದೇವರ ವಾಕ್ಯಗಳನ್ನು ನೀವು ಅನುಸರಿಸಿ ಇರುತ್ತಾನೆ ಅದಕ್ಕೆ ಕಾರಣ. രാവും പകലും നീ അതിനെ കുറിച്ച് ധ്യാനിക്കേണ്ടതായിരുന്നില്ലേ? ರಾತ್ರಿ ಹಗಲು ನೀವು ಅದರ ಬಗ್ಗೆ ಧ್ಯಾನಿಸಬೇಕಾಗಿತ್ತಲ್ಲವಾ? ജോഷുവയുടെ ജീവിതത്തിൽ ಯೆಹೋಶುವನ ಜೀವನದಲ್ಲಿ ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ದೇವರಿಗೆ ಒಂದು ಆಸೆ ಇತ್ತು. ജോഷുവായിക്ക് ಯೆಹೋಶುವನಿಗೆ എവിടെ പോയാലും വിജയം ഉണ്ടാകണം.
ഉണ്ടാകണം. ಎಲ್ಲೇ ಹೋದರೂ ಅವನು ವಿಜಯ ಹೊಂದಬೇಕು. അതിനുവേണ്ടി ಅದಕ್ಕಾಗಿ ഒരു വഴി പറഞ്ഞു കൊടുക്കണമെന്ന് ಒಂದು ದಾರಿಯನ್ನು ಹೇಳಿಕೊಡಲು ദൈവത്തിന് ആഗ്രഹം ഉണ്ടായി. ದೇವರಿಗೆ ಆಸೆ ಇತ್ತು. ദൈവം ജോഷുവയുടെ അരികിലേക്ക് വന്നു. ದೇವರು ಜೋಶುವನ ಬಳಿಗೆ ಹೋದರು. എന്നിട്ട് ജോഷുവയോട് പറഞ്ഞു, ಯೆಹೋಶುವನಿಗೆ ಹೇಳಿದರು. അതാണ് ಅದೇ ജോഷുവയുടെ പുസ്തകം ಯೆಹೋಶುವನ ಪುಸ್ತಕ 1-ാം അധ്യായം 1ನೇ ಅಧ್ಯಾಯ 8 മുതലുള്ള വാക്യങ്ങളിൽ 8ರಂದಿರುವ ವಾಚನಗಳಲ್ಲಿ നമ്മൾ കാണുന്നത്. ನಾವು ನೋಡುವುದು. നമുക്കത് വായിച്ചു കേൾക്കാം. ನಾವು ಅದನ್ನು ಓದಿ ಕೇಳೋಣ. ನನ್ನ ದಾಸನಾದ ಮೋಶೆ ನಿನಗೆ ಬೋಧಿಸಿದ ಧರ್ಮೋಪದೇಶವನ್ನು ಮಾತ್ರ ಧೈರ್ಯ ಸಧೈರ್ಯದಿಂದ ಪಾಲಿಸು. ಅದನ್ನ ಬಿಟ್ಟು ಎಡಕ್ಕಾಗಲಿ ಬಲಕ್ಕಾಗಲಿ ಹೋಗಬೇಡ. ಆಗ ನೀನು ಎಲ್ಲಿ ಹೋದರೂ ಕೃತಾರ್ಥನಾಗುವೆ. ಈ ಧರ್ಮಶಾಸ್ತ್ರ ಸದಾ ನಿನ್ನ ಬಾಯಲ್ಲಿರಲಿ. ಹಗಲಿರುಳು ಅದನ್ನು ಧ್ಯಾನಿಸು. ಅದರಲ್ಲಿ ಬರೆದಿರುವುದನ್ನೆಲ್ಲ ಕೈಗೊಂಡು ನಡೆ. ಆಗ ನಿನ್ನ ಕಾರ್ಯವೆಲ್ಲ ಕೈಗೂಡುವುದು. ನೀನು ಕೃತಾರ್ಥನಾಗುವೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്. ವಾಕ್ಯವು ಕಲಿಸುತ್ತಿದೆ. ന്യായപ്രമാണ ഗ്രന്ഥം, ನ್ಯಾಯ ಪ್ರಮಾಣ ಗ್ರಂಥವನ್ನು എപ്പോഴും നിന്റെ അതരത്തിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. ನಿಮ್ಮ ಬಾಯಲ್ಲಿ ಹಾಗೂ ಹೃದಯದಲ್ಲಿ ಯಾವಾಗಲೂ ಇರಲಿ. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ಅದರಲ್ಲಿ ಬರೆದಿರುವುದಲ್ಲ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. ಪಾಲಿಸಲು ನೀನು ಶ್ರದ್ಧಿಸಬೇಕು. അപ്പോൾ ಆಗ നീ അഭിവൃദ്ധി ನೀನು പ്രാപിക്കുകയും ಅಭಿವೃದ್ಧಿ ಹೊಂದುವೆ. എല്ലാ കാര്യങ്ങളിലും ಎಲ್ಲ ಕಾರ್ಯಗಳಲ್ಲೂ വിജയം വരിക്കുകയും ചെയ്യും. ಗೆಲುವನ್ನು ಸಾಧಿಸುತ್ತಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കംപ്ലൈന്റ് എന്താണ്? ಇವತ್ತು ನಮ್ಮ ಕಂಪ್ಲೇಂಟ್ ಏನು? എനിക്ക് എപ്പോഴും പരാജയം, എനിക്ക് വിജയമില്ല, ನನಗೆ ಸೋಲು, ഞാൻ എവിടെ പോയാലും പരാജയപ്പെടുന്നു, ನಾನು ಎಲ್ಲೇ ಹೋದ್ರೂ ಸೋಲುತ್ತಿದ್ದೇನೆ, എനിക്കെന്നും തകർച്ചയാണ്, ನನಗೆ ಯಾವಾಗಲೂ ನನಗೆ ಹಾಳಾಗ್ತಿದ್ದೇನೆ, എനിക്കെന്നും അധോഗതിയാണ്. ನಾನು ಯಾವತ್ತೂ ಕೆಳಮಟ್ಟಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ. പ്രിയ ദൈവമക്കളെ, ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ദൈവവചനത്തെ ದೇವರ ವಾಕ್ಯವನ್ನು അവഗണിക്കുന്നത് ಕಡೆಗಣಿಸುವುದು നമ്മുടെ പ്രയത്നങ്ങളിൽ ನಮ್ಮ ಪ್ರಯತ್ನಗಳಲ್ಲಿ വരൾച്ച വരുത്തും. ಬರಡುತನ ಉಂಟಾಗುತ್ತದೆ. ഈ നിമിഷങ്ങളിൽ ಈ ನಿಮಿಷಗಳಲ್ಲಿ എഴുന്നേറ്റ് നിന്ന് ಎದ್ದು ನಿಂತು നമുക്ക് പ്രാർത്ഥിക്കാം. ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. നമ്മുടെ കുടുംബങ്ങളെയും ನಮ್ಮ ಕುಟುಂಬಗಳನ್ನು, നമ്മുടെ മക്കളെയും ನಮ್ಮ ಮಕ್ಕಳನ್ನು ദൈവവചനത്തിൽ നിന്ന് ದೇವರ ವಾಕ್ಯದಿಂದ അകറ്റിക്കളയുന്ന ದೂರ ಸರಿಸುವ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും ಎಲ್ಲಾ ದುಷ್ಟ ಶಕ್ತಿಗಳನ್ನು ഈ നിമിഷം ಈ യേശുവിന്റെ നാമത്തിൽ ಯೇಸು ನಾಮದಲ್ಲಿ കുടുംബങ്ങളിൽ നിന്ന് കുടുംബಗಳಿಂದ ആട്ടിപ്പായിക്കുന്നു. ಹೊಡೆದോಡಿಸುತ್ತೇನೆ. വിട്ടുപോകട്ടെ. ಬಿಟ್ಟು ತೊಲಗು. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. ഇവരിൽ നിന്ന് തിന്മകളും തിന്മയുടെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ಸೈತಾನ ಶಕ್ತಿಯ ಪಾಪದ ಜೀವಿತವ ಈಗಲೇ ನನ್ನೇಸು ಹೊಡೆದು ಹಾಕುವ. ಸೈತಾನ ಶಕ್ತಿಯ ಪಾಪದ ಜೀವಿತವ ಈಗಲೇ ನನ್ನೇಸು ಹೊಡೆದು ಹಾಕುವ. ಸ್ತುತಿಯ ಆಯುಧವು ನಮ್ಮಲ್ಲಿ ಇದ್ದರೆ ಅಶುದ್ಧ ಆತ್ಮಗಳು ಓಡಿ ಹೋಗ್ಬೋದು. ಸ್ತುತಿಯ ಆಯುಧವು ನಮ್ಮಲ್ಲಿ ಇದ್ದರೆ ಅಶುದ್ಧ ಆತ್ಮಗಳು ಓಡಿ ಹೋಗ್ಬೋದು. ನಿನ್ನ ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ಪುನರುತ್ಥಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ಯೇಸು ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ಪುನರುತ್ಥಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ಯೇಸಪ್ಪ ನಿನ್ನ ನಾಮದಲ್ಲಿ ಅದ್ಭುತವು ಈಗ ನಡೆಯುತ್ತೆ. ಯೇಸಪ್ಪ ನಿನ್ನ ನಾಮದಲ್ಲಿ ಅದ್ಭುತವು ಈಗ ನಡೆಯುತ್ತೆ. ದೆವ್ವಗಳೋಡುತ್ತೆ, ರೋಗ ನೀಗುತ್ತೆ. ದೆವ್ವಗಳೋಡುತ್ತೆ, ರೋಗ ನೀಗುತ್ತೆ. ಪಾಪಗಳು ಹಾರಿ ಹೋಗುತ್ತೆ, ಪಾಪಗಳು ಹಾರಿ ಹೋಗುತ್ತೆ. യേശുനാമത്തിൽ വിടുതൽ. ಯೇಸು ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, Glory, glory. ದಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ಅದ್ಭುತ ಯೇಸು ಬಿಡುಗಡೆ. ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ಪುನರುತ್ಥಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ಯೇಸು ಪ್ರಭಾವವು ಕುಂದಿ ಹೋಗಲಿಲ್ಲ, ಪುನರುತ್ಥಾನ ಶಕ್ತಿ ಬದಲಾಗಲಿಲ್ಲ. ಹಾಲೆಲೂಯ, ಹಾಲೆಲೂಯ, ಕೈಗಳು വീശി. ಹಾಲೆಲೂಯ, ಹಾಲೆಲೂಯ, സന്തോഷിച്ച്. ಹಾಲೆಲೂಯ, ಹಾಲೆಲೂಯ, Glory, glory. ಹಾಲೆಲೂಯ, 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 ಹಾಲೆಲೂಯ. സ്തുതിക്കുന്നു. ಹಾಲೆಲೂയ, ಹಾಲೆಲೂಯ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,
യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.